ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോമർക്കെഴുതിയ ലേഖനം അതിലെ 2-ാം അധ്യായമാണ്. സത്യം പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നാം. പക്ഷേ ആത്മീയമായി വളരാൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നൊരു ഭാഗം കൂടിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിൽ കടന്നാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, മറ്റൊരാളെ ഒരു കാര്യത്തിന് നമ്മൾ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴോ അതേ കാര്യം ഒരുപക്ഷെ വേറൊരു രീതിയിലാണെങ്കിലും നമ്മളും ചെയ്യാറുണ്ടെന്ന് മനസ്സിലാകുന്നു. ഈ ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ഇതൊരു പൊതുവായ കാര്യമാണല്ലേ? അപ്പോസ്തലനായ പൗലോസ് തന്റെ വാദങ്ങൾ തുടങ്ങുന്നത് തന്നെ ഈയൊരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ പൗലോസ് ഇവിടെ വെറുതെ നമ്മളെ കുറ്റപ്പെടുത്താനോ ഒരു മോറൽ ക്ലാസ് എടുക്കാനോ അല്ല ശ്രമിക്കുന്നത്. അല്ലേയല്ല. പകരം മനുഷ്യന്റെ ഈയൊരു സ്വഭാവം, അതായത് മറ്റുള്ളവരെ വിധിക്കുന്ന ഈയൊരു പ്രവണത ഒരു കണ്ണാടി പോലെ നമ്മുടെ മുന്നിൽ പിടിക്കുകയാണ്. എന്തിനാണെന്നോ? ദൈവത്തിന്റെ നീതിക്ക് മുന്നിൽ നമ്മളെല്ലാവരും ഒരേ തട്ടിലാണെന്ന വലിയൊരു സത്യം നമ്മളെ മനസ്സിലാക്കി തരാൻ. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിലെ ആദ്യത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വിധികൾ തന്നെയാണ്. പൗലോസ് നേരെ ആ വിഷയത്തിലേക്ക് തന്നെയാണ് കൈവയ്ക്കുന്നത്. തുടക്കം തന്നെ ഭയങ്കര പവർഫുള്ളാണ്. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറയാനില്ല. അതായത് നമ്മളൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളൊക്കെ നമ്മുടെ നേരെയാണെന്ന് പറയുന്ന പോലൊരു ഓർമ്മപ്പെടുത്തൽ. ശരിക്കും ഞാനാണ് ശരി എന്ന് വിചാരിക്കുന്ന ആർക്കും കിട്ടുന്ന ഒരു നേർക്കുനേരെയുള്ള വെല്ലുവിളിയാണിത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, അല്ലേ? അപ്പോൾ പിന്നെ തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കണോ? ആരെയും തിരുത്താൻ പാടില്ല എന്നൊക്കെ ന്യായമായ ചോദ്യമാണ്. ഒരിക്കലുമല്ല. ഇവിടെ വിഷയം തിരുത്തുന്നതല്ല, മറിച്ച് കപടഭക്തിയാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു തെറ്റിന്റെ പേരിൽ മറ്റൊരാളെ ഉപദേശിക്കാൻ പോകുന്നതിലെ ഒരു ഇരട്ടത്താപ്പില്ലേ, അതാണ് വിഷയം. ശരിക്കും ദൈവത്തിന്റെ ന്യായവിധിക്ക് മുന്നിൽ ആരും മറ്റൊരാളെക്കാൾ മെച്ചമല്ല എന്ന് സ്ഥാപിക്കാനുള്ളൊരു തുടക്കം മാത്രമാണിത്. ഈ പറയുന്ന കാര്യങ്ങളുടെ മുഴുവൻ ആഴം മനസ്സിലാകണമെങ്കിൽ പൗലോസ് ഇത് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അക്കാലത്തെ റോമിലെ സഭയുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ റോമിലെ സഭയെന്ന് പറയുന്നത് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയായിരുന്നു. അതിൽ പ്രധാനമായും 2 കൂട്ടരുണ്ടായിരുന്നു. ഒന്ന് യഹൂദവിശ്വാസികൾ, അതായത് മോശയുടെ ന്യായപ്രമാണത്തിലൊക്കെ വളർന്നു വന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടർ ജാതീയ വിശ്വാസികൾ, യഹൂദരല്ലാത്ത ഈ ന്യായപ്രമാണത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാതെ ക്രിസ്തുവിനെ അറിഞ്ഞവർ. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ദൈവത്തിന്റെ നിയമം ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെക്കാൾ കുറച്ചുകൂടി മുകളിലാണ് എന്നൊരു ചിന്ത ചില യഹൂദവിശ്വാസികളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് ഇത്ര ശക്തമായി സംസാരിക്കുന്നത്. അപ്പോൾ യഹൂദനും ജാതിയും തമ്മിലുള്ള ഈയൊരു തട്ടിക്കിഴിക്കലിന് എന്താണ് പരിഹാരം? ദൈവത്തിന്റെ കാഴ്ചപ്പാടെന്താണ്? അതാണ് പൗലോസ് അടുത്തതായി പറയാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. സിമ്പിൾ. പക്ഷേ വളരെ ആഴത്തിലുള്ളൊരു വാക്യമാണത്. ദൈവത്തിന് മുന്നിൽ നിങ്ങൾ യഹൂദനാണോ ജാതിയാണോ, നിങ്ങളുടെ പാരമ്പര്യം എന്താണ് എന്നതിനൊന്നും ഒരു സ്ഥാനവുമില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് ദൈവം പക്ഷപാതമില്ലാതെ വിധിക്കുന്നത്? കാരണം 2 കൂട്ടർക്കും കിട്ടിയ അറിവ് വ്യത്യസ്തമല്ലേ? പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഓരോരുത്തരെയും അവർക്ക് കിട്ടിയ വെളിച്ചം അനുസരിച്ചാണ് ദൈവം വിധിക്കുക. യഹൂദന്റെ കയ്യിൽ എഴുതപ്പെട്ട ന്യായപ്രമാണമുണ്ട്, അപ്പോൾ അതനുസരിച്ച് അവരെ വിധിക്കും. ഇനി ജാതികളുടെ കാര്യമോ? അവരുടെ കയ്യിൽ ന്യായപ്രമാണമില്ല, പക്ഷേ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ ദൈവം ഉള്ളിലൊരു മനസാക്ഷി കൊടുത്തിട്ടുണ്ട്. അവരെ വിധിക്കുന്നത് ആ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ 2 കൂട്ടരും, ന്യായപ്രമാണമുള്ളവരും മനസാക്ഷിയുള്ളവരും, അവർക്ക് കിട്ടിയ നിലവാരമനുസരിച്ച് ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതായത് ആരും പെർഫെക്റ്റ് അല്ല, ആരും രക്ഷപ്പെടുന്നില്ല. ഈ മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാവർക്കും ഉള്ളിലൊരു ബോധമുണ്ട്, അല്ലേ? ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു ആന്തരിക ശബ്ദം. അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. പുറത്ത് ഒരു നിയമപുസ്തകമില്ലെങ്കിലും എല്ലാവരുടെ ഉള്ളിലും ദൈവം ഇങ്ങനെയൊരു നിയമം എഴുതി വച്ചിട്ടുണ്ട്. ഇനി പൗലോസ് നേരെ സംസാരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിയമമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സേഫാണ് എന്ന് വിചാരിച്ചിരുന്ന ആ യഹൂദ വിശ്വാസികളോടാണ്. അവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പൗലോസ് ചോദിക്കുകയാണ്. ആദ്യത്തേതിതാണ്, മോഷ്ടിക്കരുത് എന്ന് മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന നീ സത്യത്തിൽ മോഷ്ടിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? കണ്ടില്ലേ, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം പൗലോസ് നേരെ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമയുകയും രഹസ്യമായി തെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അവസാനത്തെ ചോദ്യം കുറച്ചുകൂടി ആഴമുള്ളതാണ്. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ഇതിന് പല അർത്ഥങ്ങളുണ്ടാകാം. ചിലപ്പോൾ വിഗ്രഹങ്ങൾക്ക് കൊടുത്ത പണം മോഷ്ടിക്കുന്നതാകാം, അല്ലെങ്കിൽ അതിലും വലുതായി ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും മഹത്വവും സ്വയം എടുക്കുന്നതിനെ ആകാം ഉദ്ദേശിക്കുന്നത്. എന്തായാലും പോയിന്റ് വളരെ ക്ലിയറാണ്.
അപ്പോൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ആകെത്തുക എന്താണ്? നിങ്ങൾക്ക് നിയമം അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മതപരമായ പദവിയുണ്ട് എന്നതൊന്നും ദൈവത്തിന്റെ മുന്നിലൊരു പരിരക്ഷയല്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ടൊരു പ്രയോജനവുമില്ല. അത് കപടഭക്തിയാണ്. അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതുവരെ പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ ഇനി പൗലോസ് നമ്മളെ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആഴത്തിലുള്ളൊരു ആശയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പുറമേ കാണുന്ന അടയാളങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് ശ്രദ്ധ മാറ്റുന്നു. ഇതാണ് ഈ അധ്യായത്തിന്റെ ക്ലൈമാക്സ്. ശരിക്കും എന്താണ് പ്രധാനം? പുറമേയുള്ള അടയാളങ്ങളോ ആചാരങ്ങളോ അല്ല, മറിച്ച് ഹൃദയത്തിൽ സംഭവിക്കുന്നൊരു മാറ്റമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പരിച്ഛേദന എന്നത് അവരുടെ അടയാളത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. പക്ഷെ പൗലോസ് പറയുന്നു, അതല്ല കാര്യം. യഥാർത്ഥ അടയാളം ഹൃദയത്തിലാണ് വേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഹൃദയപരിച്ഛേദന? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു പുറമേയുള്ള കാര്യമല്ല. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, ചിന്തകളിൽ വരുന്നൊരു മാറ്റമാണ്. ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. ഇതിന്റെ ലക്ഷ്യവും ആളുകളെ കയ്യടിയോ പ്രശംസയോ നേടലല്ല, മറിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് റോമിലെ വിശ്വാസികളെക്കുറിച്ചാണ്, അല്ലേ? പക്ഷേ ഇപ്പോൾ ഈ അധ്യായം ഒരു കണ്ണാടിയായി നമ്മുടെ നേരെ തിരിയുകയാണ്. ഇത് നമ്മളോടുള്ളൊരു ചോദ്യമായി മാറുന്നു. അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് കിട്ടിയ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. ദൈവത്തിന്റെ ന്യായവിധിക്കു മുന്നിൽ ഒരു പക്ഷപാതവുമില്ല. 2. മതപരമായ പാരമ്പര്യമോ അറിവോ ഒന്നും ഒരു രക്ഷാകവചമല്ല. 3. നമ്മളെല്ലാവരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം. 4. ഏറ്റവും പ്രധാനപ്പെട്ടതും, ദൈവം നോക്കുന്നത് നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയുടെ അവസാനം, ആ അവസാനത്തെ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനമെങ്കിൽ നിങ്ങളുടെ, എന്റെ ഹൃദയത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരു പൊരുത്തമുണ്ടോ? മറ്റുള്ളവരെ വിധിക്കുന്നതിനു പകരം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനും ദൈവത്തിന്റെ കരുണയിൽ മാത്രം ആശ്രയിക്കാനും ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈയൊരു ചിന്തയോടെ നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.